ഇപ്പം മോളെ കണ്ടീഷൻ എന്ന് പറയണത് അവളിപ്പം ഒരു കണ്ണ് നേരത്തെ തുറന്നിട്ടുണ്ട്. ഇടത്തെ കണ്ണ് തുറക്കാൻ ഇനിയും കുറേ നാളെടുക്കുമെന്ന് പറഞ്ഞു. ഞരമ്പിന് ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ വിളിക്കുമ്പം ചില സമയത്ത് നമ്മൾ നോക്കും, നമ്മൾ അറിയാവുന്നതുപോലെ നമ്മൾ നോക്കും. ചില സമയത്ത് നമ്മൾ നോക്കില്ല, വേറെ എവിടെയെങ്കിലൊക്കെയാണ് നോക്കണം. വലത്തെ കൈ നന്നായിട്ട് അനക്കുന്നുണ്ട്. ട്യൂബിൻ്റെ ഇതിലൊക്കെ തട്ടുന്നുണ്ട്, ആ കൈ കൊണ്ട് ഒരു ഇച്ചിങ് പോലെ അവൾക്ക് ഇതുപോലെ അവളിങ്ങനെ തട്ടുന്നുണ്ട്. പിന്നെ ചുമയുണ്ട്. ഡോക്ടർമാർ പറയുന്നത് ചുമക്കണം, കൈയും കാലൊക്കെ അനക്കുന്നത് നല്ലതാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇടത്തെ കാലും ഒട്ടും അനക്കുന്നില്ല. ഇന്നലെ 2 ദിവസം കൂടെ ഞങ്ങൾ വിളിക്കുമ്പം ഇങ്ങനെ കിടന്നാൽ മതി, നമുക്ക് വീട്ടിൽ പോകണ്ടേ, പനി കുറഞ്ഞോണ്ട് നമുക്ക് വീട്ടിൽ പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവള് പെട്ടെന്ന് തല പൊക്കി എണിക്കാൻ വരുമ്പോൾ തല പൊന്തിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഇത് കാണുമ്പോൾ സന്തോഷം, ഇത്രയും പെട്ടെന്ന് സുഖമായി കിട്ടുന്നു, ഇത്രയെങ്കിലും ആയല്ലോ എന്നുള്ള ആ ഒരു ഇത്. പിന്നെ ഡോക്ടർ പറഞ്ഞ് ഇപ്പം പനിയാണ് മെയിനായിട്ട് ഇപ്പം നിൽക്കുന്നവൾക്ക്. പനി വന്നും പോയി നിൽക്കുകയാണ്. 2 തവണ വന്ന് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഇത്രയും തന്നെ ഡോക്ടർമാരും പറയണം. നമ്മൾ കാണുന്നു കുറച്ച് ദിവസം കൂടി, ഒരാഴ്ചയും കൂടി ചിലപ്പോൾ ഇവിടെ ഐസിൽ കിടക്കേണ്ടി വരും എന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇപ്പൊ എൻ്റെ മുമ്പിലുള്ള ഒരു വലിയൊരു ഇതെന്ന് പറയണത്, ഒരു വീട് നോക്കുന്നുണ്ട് വാടകയ്ക്ക്. എനിക്ക് ഈ ഹോസ്പിറ്റലിൽ അടുത്തൊക്കെ ഉള്ള ഒന്ന് വേണം. കാരണം മോളെ ഇവിടെ നിന്ന് ഞാൻ ഇനിയിപ്പോൾ കൊണ്ടുപോയാലും ഡോക്ടർമാർ പറയണമെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഒന്നും വരാതെ നോക്കണം. ഇനിയൊരു ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ അവരെ കയ്യിൽ നിൽക്കില്ല. അപ്പം അതുപോലെ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് അവളെ കൊണ്ടുപോയി നിർത്താൻ പറ്റിയ സൗകര്യം ഇല്ലെന്ന് പറയണമെന്ന് വെച്ചാൽ അടുത്ത് വലിയ നല്ല ആശുപത്രിയൊന്നുമില്ല. കുഞ്ഞിന് ക്ലിനിക്കും പിന്നെ പാലോട് ഗവൺമെൻറ് ആശുപത്രിയാണുള്ളത്. അപ്പം ഞാനിവിടെ ഈ ട്രിവാൻഡ്രം സിറ്റിയിലോ അല്ലെങ്കിൽ നെടുമങ്ങാട്ടോ ഒക്കെ ഇങ്ങനെ ഒരു വീട് നോക്കുന്നുണ്ട്. അതും അങ്ങോട്ടൊന്നും ശരിയാവുന്നില്ല. നമ്മൾ ഇനി എങ്ങനെ കെയർ കൊടുക്കുന്നു, ജനിച്ച കുഞ്ഞിനെ കെയർ കൊടുത്ത് നോക്കുന്നത് പോലെ തന്നെ ഞാൻ അവളെ നോക്കിയെങ്കിലേ എനിക്ക് അവളെ പഴയതുപോലെ കിട്ടും എന്ന്. ഇവിടുന്ന് കൊണ്ടുപോകാൻ പറയുന്നുണ്ടോ? അതായത് അങ്ങനെ ഒരു സൂചന തന്നോ? ഇവിടുന്ന് കൊണ്ടുപോകാനെന്നല്ല, ഡോക്ടർമാർ പറയണമെന്ന് പറഞ്ഞാൽ ഇനി ഒരാഴ്ചക്കകത്ത് നമ്മൾ എന്താ വെച്ചാൽ പറയുമ്പോൾ നമ്മൾ എന്തായാലും അവളെ ഒന്നെങ്കിൽ അവര് പേഷ്യന്റ് കുറഞ്ഞ ഒരു വാർഡ് വെച്ച് ICU വാർഡിലോട്ട് മാറ്റാം. പക്ഷെ ICU വാർഡിലോട്ട് വാർഡെന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു ചെറിയൊരു പേടിയാണത്. പിന്നെ ഇനി ഡോക്ടർമാർ എന്താ കറക്റ്റായിട്ട് പറയുന്നതെന്നുള്ളത് കേൾക്കണം. കാരണം ഈ കൊച്ചിന് ആൾറെഡി ഇടയ്ക്കൊരു തവണ മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ച കുട്ടിയാണ്. അപ്പൊ ഇപ്പൊ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് ഇൻഫെക്ഷൻ വന്നാലും ശരി, എന്ത് വന്നാലും ശരി, ഇവർക്കാർക്കും പങ്കില്ല. അത് നമ്മുടേതാണ് എന്ന് പറയാൻ എളുപ്പമാണ് അവർക്ക്. അപ്പോ ആ ഒരു റിസ്ക് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് കുഞ്ഞിനെ മാറ്റിക്കൊണ്ടു പോകുമ്പോൾ, അല്ലേ? അത് നമ്മളിപ്പോ അവര് ഡോക്ടർ തന്നെ പറയാണ് ഒരാഴ്ചക്ക് എത്താൻ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ ICUയിൽ കിടക്കണ്ട, അവള് വീട്ടിൽ കൊണ്ടുപോയി നോക്കിയാൽ മതി എന്ന് പറഞ്ഞാലും ഉടനെ കൊണ്ടുപോവാൻ പറ്റുന്ന ഒരു ഇതല്ല എൻ്റെ ഒരു സാഹചര്യം എന്ന് പറയണത്. വീട് ദൂരെയാണ്, നല്ല ദൂരെയാണ്. അവിടുന്ന് അടുത്തൊന്നും അപ്പൊ അവൾക്കൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഇപ്പം ഡോക്ടർമാർ പറയുന്നുണ്ട് വെന്റിലേറ്റർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഹാർട്ട് ബീറ്റ് അവൾക്ക് കൂടിയും കുറഞ്ഞ് നിൽക്കുന്നുണ്ടെന്ന്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ കാണിച്ചാൽ എനിക്ക് കൊണ്ടുപോവാൻ പെട്ടെന്ന് ഓടിയെത്താൻ പറ്റില്ല. അവിടെ അടുത്തൊരു ആശുപത്രി വരണം, ഞാൻ നെടുമങ്ങാട് വരണം, നല്ല ദൂരമാണ്. നെടുമങ്ങാട് വരാൻ ഏകദേശം ഒരു 16-17 കിലോമീറ്റർ ദൂരം ഉണ്ട്. അപ്പൊ അതും ഒരു ചോദ്യചിഹ്നം പോലെ ഇങ്ങനെ നിൽക്കുകയാണ് എന്റെ മുമ്പിൽ. ഇപ്പൊ സാധാരണ ഒരു ചികിത്സ കഴിഞ്ഞു ഒരാള് റിക്കവറി ആയി നമ്മുടെ കയ്യിലേക്ക് ആ ആളിനെ തിരികെ തരുന്ന പോലൊരു അവസ്ഥ അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. അല്ല അവൾക്കൊന്നും അങ്ങനെ ഓർമ്മയില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോ ഞങ്ങൾ നോക്കുന്നുണ്ട്. അത് ഞങ്ങൾ തിരിച്ചറിയാം എന്നുള്ളത് കൊണ്ട് നോക്കുന്നതാണോ എന്ന് പോലും അറിയില്ല. ഒരു കണ്ണ് വെച്ച് തന്നെ നോക്കുന്നു. ഒരു കണ്ണ് ഇതുവരെ ഞാൻ ആ ഒരു കണ്ണ് അവള് ഫുൾ തുറന്ന് ഞാൻ കണ്ടിട്ടില്ല. പാതി തുറന്ന് ഇങ്ങനെ നോക്കുന്നതല്ലാതെ. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, അവള് ഇപ്പൊ ഉടനെ എണീച്ചിരിക്കാനോ അങ്ങനൊന്നും നമ്മൾ തന്നെ ചരിച്ച് കിടത്തണം, നമ്മൾ തന്നെ 2 സൈഡ് മാറി മാറി കിടത്തണം, ഒരേ കണക്ക് കിടക്കാൻ പറ്റില്ലല്ലോ. യാതൊരു വിധമായ സ്വയം ചലനങ്ങളും കുട്ടിക്കില്ല. ആകെ ഉള്ളത് നമ്മൾ ഈ കൈ അനക്കുന്നുണ്ട്, കാല് ജസ്റ്റ് ഒന്ന് പൊക്കുന്നു, അതും വലത്തെ ഒരു കാല് മാത്രം. പിന്നെ ഇപ്പൊ ഈ ഇങ്ങനെ നോക്കുന്നത്, തല ജസ്റ്റ് ഒന്ന് പൊക്കുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളിപ്പം നമ്മുടെ മുമ്പിലുള്ള ഒരു ഇത്. അല്ലാതെ അവൾക്ക് ചരിഞ്ഞോ തിരിഞ്ഞോ ഒന്നും കിടക്കാൻ പറ്റില്ല. അത് നമ്മൾ തന്നെ ചെയ്യണം. വിളിക്കുമ്പോൾ റിയാക്ഷൻസ്, അത് ചില സമയത്ത് നമ്മൾ കണ്ണ് തുറന്ന് നോക്കും. ചില സമയത്ത് അവൾ കണ്ണേ തുറക്കില്ല. അത് നോക്കുന്നത് നമ്മൾ വിളിക്കുന്നത് കൊണ്ടാണോ എന്നുള്ളത് ഡോക്ടർമാരും പറയുന്നതാണ്. നമ്മൾ വിളിക്കുന്നത് കൊണ്ടാണോ അവൾ നോക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അവളിന് കുറച്ചും കൂടി ഒന്ന് ഉണർന്ന് വന്നെങ്കിൽ മാത്രമേ അവൾക്ക് എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വെച്ചാൽ
വലത്തെ കൈയുടെ എല്ല് പൊട്ടിയിട്ട് ഈ കൈയുടെ പത്തിയിലെ എല്ല് പൊട്ടി പൊങ്ങിയിരിപ്പുണ്ട്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഡോക്ടർ ഇങ്ങനെ കൈപ്പത്തിയുടെ എല്ല് പൊങ്ങിയിരിപ്പുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ, അത് കൈ ഇരിക്കുന്നതെന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് കരളൊക്കെ. അപ്പൊ ഡോക്ടർ പറഞ്ഞ് അത് ഇനിയിപ്പോ നമുക്ക് സർജറി ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൾ ഓൾറെഡി ക്ഷീണിച്ചിട്ടുണ്ട്. ഇനി ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ചവച്ചരച്ച് ഫുഡ് കഴിക്കുമ്പോൾ പോലെ അല്ലല്ലോ മൂക്കി കൂടെ നമ്മൾ ഈ ജ്യൂസും മിക്സിയിലൊക്കെ അടിച്ചാണ് കഞ്ഞിയൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൾക്ക് നല്ല ഉണർവ് വരണം. കഴുത്തിലും ഇപ്പൊ വയറിട്ടിട്ടുണ്ട്. കഴുത്തിൽ വെന്റിലേറ്റർ ഇടും, കഴുത്തിൽ കൂടെ ഇടുമ്പോ ഒരു ഇത് വെക്കുമല്ലോ, അത് മാറ്റിയിട്ടില്ല. അപ്പം ഞാനത് ഡോക്ടർ പറയുന്ന വെച്ചാല് അവൾക്ക് കഫം വരുമ്പോ ഈ ചുമച്ച് തുപ്പാനുള്ള അറിവില്ലല്ലോ ഇപ്പൊ. അപ്പൊ ഇതെടുത്ത് മാറ്റുവാണെങ്കിൽ ഇവിടെ ഈ ചുമ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ കഫം മണ്ടേ കയറാൻ സാധ്യതയുണ്ട്. അതിൽ കൂടെ എന്തെങ്കിലും അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് ഇട്ടേ പറ്റുള്ളൂ. അതാകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വിട്ട് തന്നെ ആയിരിക്കും നമ്മൾ വീട്ടിൽ കൊണ്ടുപോവേണ്ടത്. അതെ, അതുകൊണ്ട് നമ്മൾ അത്രയും നന്നായിട്ട് അവളെ നോക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാല് ഒരു റബ്ബർ തോട്ടം, അങ്ങനെ ഒരു നദിയുടെ തീരത്താണ്. നമുക്കത് കൊണ്ടുപോകാൻ പറ്റില്ല. അതിന് തറയൊക്കെ സിമെന്റും പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഷീറ്റ് അല്ല, അതെ. അപ്പൊ ഞാൻ അങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവിടെ വീട് നോക്കിച്ച് ഇച്ചിരി നല്ല വൃത്തി, അവക്കുള്ള റൂം നല്ല വൃത്തിയായിട്ട് തന്നെ പൊടിയൊന്നും ഇല്ലാതെ തുടച്ച് വൃത്തിയാക്കി നമുക്ക് അങ്ങനെ ഒരു വീടാണ് ഞാനും ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കണം. അത് കിട്ടിയാല് ഇപ്പൊ ഡോക്ടർ ഇപ്പൊ പറയണേ നിങ്ങൾ ഇപ്പൊ തൽക്കാലം ഇവിടുന്ന് ഏതെങ്കിലും ക്ലിനിക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞാലും ഓക്കെ, ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് ഒത്തിരി എക്സ്പെൻസ് അല്ലേ, വാടകയും അതാണ്. പക്ഷെ നമ്മളിപ്പം നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ലല്ലോ. കടം മറിച്ചായാലും എന്തായാലും ചെയ്തേ നമുക്കത് പറ്റുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഏതെങ്കിലും രീതിയിലുള്ള സഹായം സമൂഹത്തിൽ നിന്നോ മറ്റോ ഒക്കെ ആരെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്കിപ്പോ ഈ കുട്ടിയും കൊണ്ട് താമസിക്കാനൊരു സൗകര്യം കിട്ടുക എന്ന് പറയുന്നത് അതൊരു അത്യാവശ്യ കാര്യമാണ്. അതും തിരുവനന്തപുരത്തിന്റെ ഏതെങ്കിലും പരിധിയിൽ ആരെങ്കിലും അങ്ങനെ ഒരു സഹായം ഞാൻ ഇതുവരെ അങ്ങനെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. ബുദ്ധിമുട്ടുകൾ പറയാതിരിക്കാൻ ഇങ്ങനെ ഈ ഒരു കാര്യം തന്നെ ഇപ്പൊ ഇങ്ങനെ പറയുന്ന പോലെ ആദ്യമായിട്ടാണ്. അതും താഴത്തെ നില തന്നെ കിട്ടണം. അതെ, മേളിലോട്ട് ആയി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ അത്യാവശ്യത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല. നോക്കുന്നിടത്ത് ഒന്നെങ്കിൽ വാടകയുടെ എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ആയിരിക്കും. വാടക ഓക്കെ, ഫസ്റ്റ് ഫ്ലോർ ആയിരിക്കും. അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ നോക്കുമ്പോഴത്തേക്കും ഡെപ്പോസിറ്റോ വാടകയോ കൂടുതലും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഇപ്പൊ ഞാനും ജോലിയില്ലാതെ നിൽക്കുകയല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒന്ന് വാടകയൊക്കെ ഒന്ന് കയ്യിൽ നമുക്ക് പറ്റും എന്നുള്ള തോന്നിക്കഴിഞ്ഞാല് അത് ഇവിടെ ഇപ്പൊ സാറ് പറഞ്ഞു ഒരു 3-4 ദിവസം കൂടെ ആകുമ്പോഴത്തേക്കും എന്താന്ന് വെച്ചാൽ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ചു ഒരാഴ്ചക്കകത്ത് നമുക്ക് ഇതൊന്ന് ശരിയാക്കി അവളെ കിടക്കാനുള്ള റൂം നമുക്ക് എങ്ങനെയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് വൃത്തിയാക്കി എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ആശുപത്രി വേറെ അടുത്ത് കൊണ്ടുപോയാലും ഇവിടെ നിന്ന് വീട്ടിൽ കൊണ്ടു പറഞ്ഞാലേക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോവാലോ. ഇപ്പോ കേസ് എങ്ങനെയാണ്? കേസിന്റെ ഒരു അവസ്ഥ ഇപ്പം അവിടുന്ന് തിരുവനന്തപുരത്ത് സ്റ്റേഷനിൽ നിന്ന് സാർമാർ CA ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് എന്നോട് പറഞ്ഞു കോടതിയിൽ നമുക്കൊരു അപേക്ഷ കൊടുക്കണം, വക്കീലിനെ വെക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്തൊരു സാറിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ പേര് മറന്നു, അഡ്വക്കേറ്റിന്റെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു സാറിനെ അല്ലെങ്കിൽ ഇതേ കാരണം ആ സാർ വന്നിട്ട് അഡ്വക്കേറ്റ് വന്നിട്ട് ഒരുപാട് കേസിൽ ജയിച്ച ഒരാളാണ്. അപ്പൊ ഒന്നെങ്കിൽ ആ സാർ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരാളിന് നമുക്ക് തരണമെന്നും പറഞ്ഞ് ഒരു അപേക്ഷ എഴുതിക്കൊണ്ട് വന്നിട്ട് അതിൽ ഒപ്പിട്ട് നമ്മൾ ജഡ്ജിക്ക് കൊടുക്കാനായിരുന്നു, കോടതി കൊടുക്കാനായിരുന്നു. അങ്ങനെ സാർമാർ കൊണ്ടുപോയി. റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഇതിന്റെ ഒരു നടപടിക്രമങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ? ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടപരിഹാരമോ? അങ്ങനെയില്ല, പക്ഷെ അവര് കുറച്ച് പൈസ തന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നിങ്ങൾക്ക് തൽക്കാലം നിൽക്കാൻ വേണ്ടിട്ടല്ലേ, അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട്. അല്ലാതെ അങ്ങനെ വേറെ ഇതായിട്ടില്ല. ആ ഒരു സഹായം അതിനെ കുറിച്ച് എന്താ പറയുന്നത്? ശരിക്കും ആ ഒരു രീതിയിലൊരു ഇതല്ലേ വേണ്ടത്? കാരണം റെയിൽവേയുടെ ഭാഗത്തു നിന്നാണല്ലോ ഈ ഒരു വീഴ്ച വന്നിരിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ചെയ്യേണ്ടതൊക്കെ ചെയ്യാം, വിഷമിക്കണ്ട എന്ന് തന്നെയാണ് അവർ വന്നവർ പറഞ്ഞത്. ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്, ഞങ്ങൾ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാ പോയി. പിന്നെ പക്ഷെ അതെല്ലാം വാക്കാൽ പറയുമ്പോഴും നമ്മുടെ ഫാമിലിക്ക് ഇപ്പോ അടുത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാൻ. ഒരു പക്ഷേ അവരുടനെ പറയും, അങ്ങനെ ഒരു സൂചന തന്നു. പറഞ്ഞാൽ ഈ കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾ എവിടേക്കാണ് പോവുക? അതിന് എന്താണ് ഒരു ഉത്തരം? അത് ഇവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒന്ന് കിട്ടിയെങ്കിൽ നല്ലതല്ലേ? അവരുടെ ഏതെങ്കിലും ഒരു സൗകര്യമോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫെസിലിറ്റി അവർ അറേഞ്ച് ചെയ്ത് തരികയോ എങ്കിലല്ലേ പറ്റൂ. അല്ലാതെ ഈ റോഡിൽ നിന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ?
റോഡിൽ നിന്ന് കണ്ണീർ വീഴ്ത്തിയത് കൊണ്ട് ഇതിനൊരു പരിഹാരമാണോ? ഈ കുഞ്ഞിനെ കൊണ്ട് പോകാനൊരു സ്ഥലം നമുക്ക് ഉടനെ എത്രയും പെട്ടെന്ന് കിട്ടണ്ടേ? അത് വേണം. അതൊരുപക്ഷെ ഈ നമ്മുടെ കാണുന്നവരും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ വീഡിയോ എത്തിപ്പെടുന്ന അധികാരികളും ഇതൊന്ന് ദയവായി ശ്രദ്ധിക്കുക. കാരണം ഇവർ നേരിടുന്ന അടുത്ത ഒരു വലിയ പ്രശ്നം അതാണ്. ഈ കുഞ്ഞ് ബെഡിൽ തന്നെ കിടക്കുകയാണ്. അവൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും ഇതുവരെയും ചെയ്യാൻ അവൾക്ക് കഴിയുന്നില്ല. എങ്ങനെയാണ് ഈ കുട്ടി ആഹാരത്തിന്റെ കാര്യമൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ജ്യൂസ് അടിച്ച് മിക്സിയിൽ അടിച്ച് മേടിച്ച് കഞ്ഞിയൊക്കെ അടിച്ചു കൊടുത്ത് അരിച്ചു കൊടുക്കും. അപ്പൊ അവരത് ട്യൂബ് വഴി മൂക്കി കൂടെ ട്യൂബ് ഇട്ടിട്ടുണ്ട്. ട്യൂബ് വഴിയാണ് ഫുഡ് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു 4 ദിവസം കൊണ്ട് ഞങ്ങൾ കഞ്ഞി കൊടുക്കാൻ പറഞ്ഞു. ഇപ്പൊ രാവിലെയും കഞ്ഞി, പിന്നെ ഉച്ചയ്ക്ക് മുട്ടയും പാലും അടിച്ച് അത് കൊടുക്കും. ഒരു 4-5 മണിയാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിന്റെ ജ്യൂസ് അത് അടിച്ചു കൊടുക്കും. പിന്നെ നൈറ്റും ഇന്നലത്തെ ഒരു നൈറ്റും കഞ്ഞി കൊടുക്കാൻ പറഞ്ഞു. നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വരുന്നത് സ്വാഭാവികമായിട്ടും കാണാറുണ്ടല്ലോ, ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് ശ്രീകുട്ടിയുടെ വാർത്ത എന്താണ്, അവൾക്ക് ഇപ്പൊ എന്താണ് അവസ്ഥ എന്ന് ഇങ്ങനെ ചോദിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഞങ്ങളുടെ മാത്രമല്ല പ്രാർത്ഥന, അവളെ ഈ കാര്യങ്ങൾ അറിഞ്ഞ ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥനയാണ് എൻ്റെ മോൾ ഇപ്പൊ ഇത്രയും ഒരു ഇതായി വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവള് എനിക്കറിയില്ല. കാരണം ഓരോ മനുഷ്യനെ എന്നെ ഇവിടെ തന്നെ ഞാൻ കിടക്കുമ്പോഴും അവിടെ ഓരോ അസുഖങ്ങളല്ല ഐസിയിൽ കിടക്കുന്ന ആൾക്കാരുടെ അവിടെ നിൽക്കുന്ന ആൾക്കാർ പോലെ എന്നോട് വന്ന് അവരുടെ വിഷമം മാറ്റി വെച്ചിട്ടുണ്ട് പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, വിഷമിക്കണ്ടെന്ന്. അതൊക്കെ തന്നെയാണ് എൻ്റെ മോൾ ഇത്രയെങ്കിലും ഒന്നായി കിട്ടിയത് എനിക്ക്. ശരി, ഞാൻ കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതിനെല്ലാം ഒരു പരിഹാരം പെട്ടെന്ന് കണ്ടെത്താനാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അത് പ്രേക്ഷകരും അധികാരികളും ഒക്കെ ഇവരോടൊപ്പം നിന്നേ പറ്റും, മുൻപത്തെ പോലെ നമ്മുടെ ശ്രീകുട്ടിക്ക് വേണ്ടിയിട്ട്.